ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾക്കുള്ള ഒരു സിമ്പിൾ ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള മെറ്റീരിയൽ ഇതാണ്. മെയിൻ മെറ്റീരിയൽ വരുന്നത് ഷിമ്മർ ജോർജറ്റും ലൈനിങ് വന്നിട്ടുള്ളത് ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിൽ ലൈനിങ്ങിൽ നമ്മുടെ മെഷർമെൻ്റ് എല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ടോട്ടൽ ലെങ്ത്ത് വന്നിട്ടുള്ളത് 26 ഇഞ്ചാണ് നമുക്ക് ഫ്രോക്കിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ലൈനിങ്ങിൽ എടുക്കുന്ന സമയത്ത് നമുക്കതിനേക്കാളും കുറച്ചെടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞാനൊരു 23 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ചേർത്തിട്ട് 24 ഇഞ്ചാണ് ഞാൻ ടോട്ടൽ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഷോൾഡറും ആം ഹോളും ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ബാക്കിലെ പീസ് മാത്രമാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ബാക്ക് പീസ് മാത്രമാണ്. ബാക്ക് പീസ് എലൈൻ ടോപ്പ് പോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് സിമ്പിളായിട്ടുള്ള മാർക്കിങ് മാത്രമേ നമുക്കിതിൽ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ചെസ്റ്റും വേസ്റ്റും ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ താഴേക്ക് ഇതുപോലെ നമുക്കൊന്ന് വരച്ചെടുക്കാം കേട്ടോ. ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക. എന്നിട്ട് താഴ്ഭാഗം ഇതുപോലെ ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കൈക്കുഴി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത്രയും ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇതുപോലുള്ള മോഡൽസൊക്കെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലേക്കും ഇതുപോലെ തന്നെ വേണം. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ പ്ലീറ്റ്സ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് പ്ലീറ്റ്സ് വരുന്ന മോഡലാണ്. അതുകൊണ്ട് നമുക്ക് യോക്ക് പാർട്ട് മാത്രമായിട്ടാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. താഴേക്ക് നമുക്ക് അഡീഷണൽ വേറെ പീസ് വെച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യുക. അപ്പോൾ ഞാൻ യോക്ക് പാർട്ട് മാത്രം ഇതുപോലെ വെച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്ക് പീസിൻ്റെ മെഷർമെൻറ്റ് സെയിം ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ലൈനിങ് പീസ് വെച്ചിട്ടാണ് മെയിൻ ഫാബ്രിക് കട്ട് ചെയ്തെടുക്കാനുള്ളത്. താഴേക്ക് നമുക്ക് പ്ലീറ്റ്സ് വെക്കാനുള്ളതുകൊണ്ട് ഞാൻ യോക്കിൻ്റെ ടോട്ടൽ മെഷർമെൻ്റ് ഒന്ന് എടുത്തിട്ട് അതിനനുസരിച്ചിട്ടാണ് ഞാൻ മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ലൈനിങ്ങിൽ ഒരുപാട് പ്ലീറ്റ്സിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് യോക്ക് എത്രയാണോ ഉള്ളത് അതിൻ്റെ ഒരു ഇരട്ടിയോടി ഞാൻ എടുക്കുന്നുള്ളൂ. അഡീഷണലായി ഞാൻ എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ടോട്ടൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ലെങ്ത്തും അതുപോലെ തന്നെ നമ്മൾ നോർമലി ചെയ്തെടുക്കുന്നത് പോലെ എത്രയാണോ നമ്മുടെ ലെങ്ത്ത് അതിനനുസരിച്ചിട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സെയിം അളവുകൾ തന്നെ മെയിൻ ക്ലോത്തിലും ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഫ്രണ്ട് പീസിൽ വെക്കാനുള്ള മെറ്റീരിയൽ കുറച്ചധികം നമ്മൾ എടുക്കണം. കാരണം നമ്മൾ ഇതിൽ ഒരുപാട് പ്ലീറ്റ്സ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ലൈനിങ്ങിനേക്കാളും കൂടുതൽ നമ്മൾ മെറ്റീരിയൽ എടുക്കണം. അപ്പം നമുക്ക് ബാക്ക് പാർട്ട് മാത്രം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. കറക്റ്റ് ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 26 ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത്. 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് നമുക്കിനി ബാക്കി മെഷർമെൻ്റ് എല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിതവിടെ കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലേക്കുള്ള ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ താഴേക്ക് വരുന്ന പ്ലീറ്റ്സ് വരുന്ന ഭാഗമാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം അത്യാവശ്യം നല്ല പ്ലീറ്റ്സ് വരുന്നതുകൊണ്ട് നമ്മൾ യോക്കിൻ്റെ ഇരട്ടി എടുക്കുന്നതിൻ്റെ കൂടെ ഒരു 5 ഇഞ്ച് കൂടി ഞാൻ എക്സ്ട്രാ എടുക്കുന്നുണ്ട്. അപ്പോൾ യോക്കിൽ ടോട്ടൽ വന്നിട്ടുള്ളത് 16 ഇഞ്ചായിരുന്നു. അപ്പോൾ നമുക്കൊരു 37 ഇഞ്ചൊക്കെ വീതിയിലാണ് ഞാൻ ഇതുപോലെ ഫാബ്രിക് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ലെങ്ത്ത് അതുപോലെ തന്നെ നമ്മൾ യോക്ക് പീസിന് എത്രയാണോ കൊടുത്തത് അതിൽ ബാക്കി വന്നിട്ടുള്ള ലെങ്ത്തും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ.
ഞാൻ ഫ്രണ്ട് പാർട്ടും ഇതേപോലെ അതുപോലെ നമ്മുടെ യോക്ക് പാർട്ടും വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് കട്ടിങ് വരുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. നെക്ക് ഞാൻ ഇതുവരെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നെക്കിൻ്റെ വീതിയും ഇറക്കവും ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2.25 ഇഞ്ചാണ് വിഡ്ത്ത് കൊടുത്തിട്ടുള്ളത്, 3 ഇഞ്ചാണ് നെക്കിൻ്റെ ഇറക്കം കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതേപോലെ ഞാൻ ലൈനിങ്ങിലാണ് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് മെയിൻ ഫാബ്രിക്കിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ നോർമൽ ചെയ്യുന്നത് പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 ആം ഹോളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ആം ഹോൾ ഫിനിഷ് ചെയ്യുന്നത് ക്രോസ് പീസ് വെച്ചിട്ടല്ല, ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുക്കുന്ന രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയാണല്ലോ നോക്കുന്നത്, അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ക്രോസ് പീസിൻ്റെ ഒന്നും ആവശ്യമില്ല, നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. നെക്കൊക്കെ ഇതുപോലെ നമുക്കൊന്ന് എക്സസ് ആയിട്ട് വരുന്ന ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ കട്ടിങ് കൊടുത്തിട്ട് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആം ഹോളിലും ഇതുപോലെ എക്സസ് ആയിട്ട് വരുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ കട്ടിങ്ങൊക്കെ കൊടുത്ത് നമുക്ക് മറിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ മറിച്ചെടുത്തിട്ട് നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്താൽ മതി. അപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ ആ ഒരു ഭാഗം, ആ സ്ലീവിൻ്റെ ആ ഒരു ആം ഹോളൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല നീറ്റായിട്ട് കിട്ടും. ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. 2 സൈഡും ബാക്കിലും ഫ്രണ്ടിലും ഇതേപോലെ തന്നെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. രണ്ട് ആം ഹോളും ഇതുപോലെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്യാം കേട്ടോ. ബാക്ക് നെക്കിൽ നമുക്കൊരു ബട്ടൺ വയ്ക്കാനായിട്ട് ഇതുപോലെ ഒരു ഓപ്പണിങ് വേണം. അപ്പോൾ അത് ഒരു 3 ഇഞ്ചൊക്കെ ലെങ്ത്തിലാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഒരു ലൂപ്പ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആ ലൂപ്പ് ഒന്ന് നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക കേട്ടോ. നമ്മൾ ആ ഒരു ലൈനിൽ ആ ലൂപ്പ് നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക. ഇനി നമുക്ക് മെയിൻ ക്ലോത്തിലേക്ക് ഈ ഒരു ലൈനിങ് പീസ് തിരിച്ചിട്ടിട്ട് നമുക്ക് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പോലെ പിന്നൊക്കെ കുത്തി ഞാനൊന്ന് സെക്യൂറാക്കി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ലൈന്, നമ്മൾ ഓപ്പണിങ് കൊടുക്കുന്ന ആ ഒരു ലൈനും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നെക്ക് മാത്രം സ്റ്റിച്ച് ചെയ്യാതെ ഇതുപോലൊന്ന് ഓപ്പണൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതുപോലെ നെക്കും അതേപോലെ തന്നെ ആം ഹോളും നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ ചെയ്തതുപോലെ ചെയ്തെടുക്കാം. നമുക്ക് ഫ്രണ്ടിലെ പ്ലീറ്റ്സിൻ്റെ ഭാഗം ഞാനൊന്ന് ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ്, മെയിൻ ഫാബ്രിക്കിലാണ് ചെയ്യുന്നത്, ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ തുടക്കത്തിലൊരു 2 ഇഞ്ചൊക്കെ ഗ്യാപ്പ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയാൽ മതി കേട്ടോ. അതുപോലെ തന്നെ ലാസ്റ്റിലും 2 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് നമുക്കിതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം കേട്ടോ.
ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് പ്ലീറ്റ്സ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് നന്നായിട്ട് അയൺ ചെയ്ത് കൂടി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമ്മുടെ ലൈനിങ് പീസും ഇതേപോലെ പ്ലീറ്റ്സ് കൊടുക്കണം. പക്ഷെ അത്ര അടുത്തടുത്ത് നമുക്ക് പ്ലീറ്റ്സ് വേണ്ട. ഇതുപോലെ ചെറിയ ചെറിയ ഗ്യാപ്പ് വെച്ചിട്ടാണ് ഞാൻ പ്ലീറ്റ്സ് ചെയ്ത് കൊടുക്കുന്നത്. രണ്ടും സെയിം മെഷർമെൻറ്റിലാട്ടോ നമ്മൾ പ്ലീറ്റ്സ് ചെയ്തെടുക്കുമ്പോൾ വരേണ്ടത്. ഇതേപോലെ നമുക്ക് ഒരുമിച്ച് തയ്ച്ചെടുക്കാനുള്ളതാണ്. രണ്ട് ഭാഗവും നമ്മൾ ഒരുമിച്ച് വെച്ച് തയ്ച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് യോക്കിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും എക്സസ് ആയിട്ട് വരുന്ന ഭാഗം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ലൈനിങ് ഒക്കെ കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ യോക്കിന് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പ്ലേറ്റ്സ് ഒക്കെ ഉള്ളിൽ കുടുങ്ങി പോയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് പ്ലേറ്റ്സ് ഒക്കെ നിവർത്തി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഞാൻ ഈ യോക്കിൽ ഇപ്പോൾ ഒരു ചെറിയ ലേസ് കൊടുക്കുന്നുണ്ട്. സിമ്പിളായിട്ടുള്ള ഫ്രോക്ക് ആയതുകൊണ്ട് വേറെ അഡീഷണൽ ആയിട്ട് ഞാൻ വേറെ ഒന്നും ഇതിൽ ചെയ്തിട്ടില്ല കേട്ടോ. വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. ഈ ഒരു ലേസ് മാത്രം ഒന്ന് വെച്ച് കൊടുക്കുന്നുള്ളൂ. നമുക്ക് അടുത്തത് ഷോൾഡർ ജോയിൻ ചെയ്യാനാണ്. ഷോൾഡർ ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ നെക്ക്, ഫ്രണ്ടിലെ നെക്കും ബാക്കിലെ നെക്കും പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഷോൾഡർ 2 തവണ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഷോൾഡറൊക്കെ എപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് 2 തവണ എന്തായാലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കൊന്ന് നെക്ക്, ഫ്രണ്ടിലെയും ബാക്കിലെയും നെക്ക് നമുക്കിതുപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് ബാക്കിലേക്ക് വരുന്ന രീതിയിൽ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്കൊന്ന് ഷേപ്പ് മാർക്ക് ചെയ്യാം. ഷേപ്പ് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ താഴെ വശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് റോൾ ഹെം ചെയ്ത് കൊടുക്കാം കേട്ടോ. നോർമൽ മെഷീൻ ഉള്ളവരാണെങ്കിൽ നോർമൽ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് റോൾ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ, അതിന് യൂസ് ചെയ്യുന്ന മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്തെടുക്കാം. ഇത്രയും ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്തപ്പം കുറച്ച് ചെറിയൊരു ഏറ്റക്കുറച്ചിൽ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് അത് കട്ട് ചെയ്ത് മെഷർമെൻറ്റൊക്കെ എടുത്ത് കറക്റ്റായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതേപോലെ താഴ്ഭാഗം ഒന്ന് റോൾ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോർമൽ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ഭംഗിയാട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ താഴെ ഭാഗം നല്ല വിടർന്ന് നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്റ്റിച്ചിങ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം കേട്ടോ. ഇതേപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? കണ്ടില്ലേ, താഴെയൊക്കെ ഞാൻ ഇതേപോലെ റോൾ ചെയ്ത് വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇതേപോലെയുള്ള ഡ്രസ്സൊക്കെ എല്ലാവരും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ്. ഇട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ബാക്കിൽ ഒരു ബട്ടണൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. സിബ് വെക്കുന്നതിന് പകരം നമുക്ക് ഇതേപോലൊക്കെ ഒന്ന് ബട്ടണൊക്കെ വെച്ച് സെറ്റാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.